ഓക്കെ, ലളിതമായിട്ട് നന്മയും തിന്മയും അള്ളാഹുവിൻ്റെ അടുത്ത് അത് എവിടെയുള്ളത്? ഈമാൻ കാര്യത്തിൻ്റെ എത്രാമത്തെയാണ്? 6-ാമത്തെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈമാൻ കാര്യം വിശദീകരിക്കുന്നതിൻ്റെ ഇടയിൽ അള്ളാഹു തആല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ ഓരോ കാര്യം വിശ്വസിക്കണം എന്ന് പറഞ്ഞാൽ അവസാനം പറയുന്നു തുഅ്മിനു ബിൽ ഖദരി, അഥവാ ഖദറിൽ വിശ്വസിക്കണം, നിർണയത്തിൽ വിശ്വസിക്കണം, ഖൈരിഹി വ ശർരിഹി. അഥവാ ഖദർ, നിർണയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുവോ ആ നിർണയങ്ങളെല്ലാം ആരിൽ നിന്നാണ്? ഖലഖഹു വ ഖദ്ദറഹു, എല്ലാത്തിനും സൃഷ്ടിച്ചതാരാണ്? ഖദ്ദറഹു, അതിനെ നിർണയിച്ചതാരാണ്? അള്ളാഹുവാണ്. അപ്പോൾ എല്ലാത്തിൻ്റെ ഖദറും അള്ളാഹുവിൻ്റെ മുകളിലാണ്, സൃഷ്ടിപ്പ് അള്ളാഹുവിൻ്റെ മുകളിലാണ്. ഈ സൃഷ്ടിപ്പും ഖദറും അള്ളാഹുവിൻ്റെ മുകളിലാണെങ്കിൽ ഈ ഖദറിൻ്റെ എന്തിലൊക്കെ നമ്മൾ വിശ്വസിക്കണം? ഖൈരിഹി ഓ ശരിഹി. എന്താണ് ഖൈർ എന്ന് പറഞ്ഞാൽ? നന്മ. ഷെർ എന്ന് പറഞ്ഞാൽ എന്താ? തിന്മ. അപ്പോൾ ഖദറിൻ്റെ ഖൈറും ഷെറും എവിടെ നിന്നാണ് വരുന്നത്? അള്ളാഹു എന്നാണ് വരുന്നത്. ഇനി ഞാൻ സൂറത്ത് നിസാഇൻ്റെ 79-ാമത്തെ ആയത്തിൽ നിന്ന് എടുത്ത് ഒന്ന് അർത്ഥം നോക്കാൻ പറ്റും. ഞാനൊന്ന് പാരായണം ചെയ്യാം. ഒമാ അസ്വാബക മിൻ ഹസനത്തിൻ ഫമിൻ അല്ലാഹ് ഒമാ അസ്വാബക മിൻ സയ്യത്തിൻ ഫമിൻ നഫ്സിക്. ഒന്ന് അർത്ഥം വെച്ചാൽ ഒമാ അസ്വാബക, എന്തെന്നാണ് നിന്നെ ബാധിച്ചത്? മിൻ ഹസനത്തിൻ, നന്മയിൽ നിന്ന് എന്തെന്നാണ് നിന്നെ ബാധിച്ചത്? ഫമിൻ അല്ലാഹ്, അത് എവിടെ നിന്നാണ്? അള്ളാഹുവിൽ നിന്നാണ്. ഒമാ അസ്വാബക, എന്തെന്നാണ് നിന്നെ ബാധിച്ചത്? മിൻ സയ്യത്തിൻ, തിന്മയിൽ നിന്ന്, ചീത്തയിൽ നിന്ന്. സയ്യത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംശയമില്ല, സയ്യത്ത് വാക്കുകൊണ്ട് തന്നെ എന്താണ്? തിന്മയെ പറ്റിയാണ് പറയുന്നത്. ഫമിൻ നഫ്സിക്, അത് എവിടെ നിന്നാണ്? നിന്റെ സ്വന്തത്തിൽ നിന്നാണ്. അപ്പോൾ എന്താ അതിനർത്ഥം? നമ്മളെ ബാധിക്കുന്ന തിന്മകൾ എവിടെ നിന്നാണ്? സ്വന്തത്തിനാണ്. ലഹറൽ ഫസാദ ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത്ത് ഐദിന്നാസ്. ഈ ഭൂമിയിലും ബറിലും ബഹറിലും ഒക്കെ കുഴപ്പമുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ഐദിന്നാസ്, മനുഷ്യൻ്റെ കൈകൾ പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് ചേർത്ത് മനസ്സിലായി? ഇത് ഒരു വൈരുദ്ധ്യം ഉണ്ടാവുമോ? ഇത് പ്രവാചകൻ്റെ ഹദീസാണോ? തുഅ്മിന ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി. ഈ ഹദീസ് മാറ്റി വെക്കാൻ പറ്റുമോ? ഇല്ല. ഈമാൻ കാര്യത്തിൻ്റെ അടിസ്ഥാനമാണ്, അർക്കാനുൽ ഈമാനാണ്. ഓക്കെ, ഈമാൻ എന്താ പറയുക, തൂണുകളിൽ പെട്ട കാര്യമാണ്. ഈ ഹദീസിനെയും ഇതിനെ നമ്മളെങ്ങനെ ചേർത്ത് മനസ്സിലാക്കുക? ഇസ്ലാമിൻ്റെ ഇത്തരം വിഷയങ്ങളിലെ കാഴ്ചപ്പാട് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ വഴി, ഒറ്റ ചിന്ത, ഒറ്റ ഉത്തരം എന്നുള്ളതാണ് മനസ്സിലാക്കരുത്. ഇത് കുറച്ച് വലിയ വിഷയമാണ്. അഥവാ ഈ ലോകത്ത് ഒന്നും തന്നെ സംഭവിക്കുകയില്ല ആരുടെ അനുവാദമില്ലാതെ? അള്ളാഹുവിൻ്റെ അനുവാദമില്ലാതെ. എന്നാൽ ആ അനുവാദം നൽകുന്നത് അള്ളാഹുവാണ്, പെർമിഷൻ തരുന്ന അള്ളാഹുവാണ്. ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? മനുഷ്യന്മാരാണ്. ഇനി അള്ളാഹു ഒരു കാര്യം നമുക്ക് നൽകി കഴിഞ്ഞാൽ അതിലെ അവൻ്റെ ഉദ്ദേശം എന്താണോ അതാണ് അവൻ നൽകുന്നത്. ഓക്കെ, ഒരു കാര്യം നൽകി, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. അതെനിക്ക് വന്ന ഷർറാണോ ഹൈറാണോ? ഷർറാണോ ഹൈറാണോ? ഓക്കെ, ഇനി വേറെ രീതിയിൽ ഞാൻ ചോദിക്കാം. എനിക്കൊരു ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ തിന്മയിൽ ജീവിച്ചിരുന്നു. ഞാൻ ആ ആക്സിഡൻറ്റ് കാരണം പുനർചിന്തിച്ച് അള്ളാഹുലേക്ക് കൂടുതൽ അടുത്തു. നരകത്തിലേക്ക് പോകേണ്ട അർത്ഥത്തിൽ പ്രവർത്തിച്ചത് ഞാൻ സ്വർഗത്തിലേക്ക് എത്തി. അതെനിക്ക് ഹൈറായിരുന്നു ഷർറായിരുന്നു? ഹൈറായിരുന്നു. ആ ആക്സിഡൻറ്റ് സംഭവിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ പടച്ചോനെ ശപിച്ചു. എനിക്കുണ്ടായ നഷ്ടങ്ങളിൽ വളരെയധികം ഖേദിച്ചു. പിന്നെ ജീവിതത്തിൽ പടച്ചോനെ സ്മരിച്ചില്ല. ഞാൻ പടച്ചോനെ കുറ്റം പറഞ്ഞ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. അവസാനം നരകത്തിലേക്ക് എത്തി. ഹൈറാണോ ഷർറാണോ? ഷർറാണ്. അപ്പോൾ ഇത് ആരെ ഷർറാക്കിയത്? ആരെ ഷർറാക്കിയത്? ഞാനാണ് ഷർറാക്കിയത്. ഇനി പടച്ചവൻ്റെ ഇതിൽ ഉദ്ദേശം എന്താ? ഇതിൽ രണ്ടിനുമുള്ള സാധ്യതകൾ പടച്ചു നൽകി. ഓക്കെ, ഇത് ബേസിക്കലി എവിടുന്നാണ് വരുന്നത്? അള്ളാഹുവിന് വേണമെങ്കിൽ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ മനുഷ്യനെ സൃഷ്ടിച്ചുകൂടായിരുന്നോ? പറ്റൂലേ? മലക്കുകളെ പോലെ സൃഷ്ടിക്കാമായിരുന്നു. അപ്പൊ ഇതിൽ തെറ്റ് ചെയ്യാനുള്ള സാധ്യത കൊടുത്തതാരാ? അള്ളാഹു. ആ അർത്ഥത്തിൽ ഇത് എവിടുന്ന വരുന്നത്? അള്ളാഹുവിൻ്റെ അടുത്ത് വരുന്നത്. ഈ തെറ്റിനെ തെരഞ്ഞെടുത്തതാരാ? മനുഷ്യന്മാരാണ്. അപ്പൊ അത് ആരിലേക്കാണ് ആത്യന്തികമായി ചേർക്കേണ്ടത്? അല്ലെങ്കിൽ ആരാണ് അതിന്റെ കാരണക്കാരായിട്ട് പറയപ്പെടുന്നത്? മനുഷ്യനാണ് പറയപ്പെടുന്നത്.